ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മളെന്നുള്ളത് കൊടുവായൂരാണ് കേട്ടോ. കൊടുവായൂരിലെ നല്ല ഊണും മീനും അതുപോലെ ദം ബിരിയാണിയും കിട്ടുന്ന ഒരു കിടിലൻ സ്പോട്ടാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ ഭാഗത്ത് വളരെ കുറവാണ് ഇങ്ങനത്തെ ഫുഡ് കിട്ടുന്നത്. മാത്രമല്ല ഈ ക്യാപ്സ് ഫാമിലി റെസ്റ്റോറൻറ്റ് ഒരു കഥയും കൂടിയുണ്ട്. 18 വർഷമായിട്ട് കുവൈത്തിലുള്ള ഉണ്ണിയേട്ടൻ 5 വർഷത്തോളമായി നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് തുടങ്ങിയ റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ കാണാം കാഴ്ചകൾ. അപ്പോൾ ഇത് വിളമ്പി വെച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയിട്ടോ. 100 രൂപൻ്റെ വിഭവസമൃദ്ധമായ സദ്യ എന്ന് പറയാം. ഇതാണ് ക്യാപ്സ് ഫാമിലി റെസ്റ്റോറൻറ്റ് സ്പെഷ്യൽ ഊണ്. എത്രങ്ങാനും ഐറ്റം എന്നറിയോ? ഈ ഒരു സൈഡിൽ നിന്ന് തുടങ്ങുകയാണ്. മസാലക്കറി ഉണ്ട്, കൂട്ടുകറി ഉണ്ട്, അവിയലുണ്ട്, തോരനുണ്ട്, ഇഞ്ചിപ്പുളി ഉണ്ട്, മുളകുണ്ട്, അച്ചാറുണ്ട്, പപ്പടം, പിന്നെ സാമ്പാറുണ്ട്, മീൻകറി ഉണ്ട്. 2 സൈസ് അരിൻ്റെ ചോറാണിട്ടുള്ളത്. ഒന്ന് പൊന്നിയരി, ഒന്ന് മട്ടയരിൻ്റെ. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ രസം, നല്ല കട്ടിത്തൈര്, പാലട പായസം. ഇത്രയാണ് ഊണിൻ്റെ കൂടെ വരുന്നത്. പിന്നെ സ്പെഷ്യൽ വെറൈറ്റി മീൻസുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിലെ കഷ്ണം അപ്പോൾ കഴിച്ചു തുടങ്ങല്ലേ. നല്ല തേങ്ങ അരച്ച മീൻകറി എന്നാണ് തുടങ്ങാം നമുക്ക്. മീൻകറി തന്നെ അത്യാവശ്യം നല്ലൊരു വലിയ മീനുണ്ട്. വാ, അടിപൊളി മീൻകറി. ഞാൻ രണ്ടും കുറേശ്ശെ ചോറായിട്ട് എടുത്തിരിക്കുന്നത്, കാരണം ഇതെല്ലാം കഴിച്ച് തരുന്നുണ്ട്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. സൂപ്പർ മീൻകറി. പൊന്നിയരിയിൽ സാമ്പാർ ഒഴിച്ചപ്പോൾ തന്നെയാണ് നല്ല തിക്ക് സാമ്പാർ കേട്ടോ. അതിൻ്റെ അച്ചാർ. വാ, എന്താ പറയുക, എല്ലാം ഒന്നിനൊന്നും മെച്ചം. ഇനി ഇതെല്ലാം പോരാതെ വെറൈറ്റി മീനുകളുണ്ട് കേട്ടോ. ചില്ലി ചിക്കൻ ഉണ്ട്. കൊടുവായൂർ ഭാഗത്ത് വന്നിട്ട് നിങ്ങൾ നല്ല ഫുഡ് കിട്ടാതെ ഇനി അലയരുത്. ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പിട്ടുപീടികയാണ്, കൊടുവായൂർ. ഹൈവേ തന്നെയാണ്. പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. വാ, ഇഞ്ചപ്പുളി. നമ്മുടെ പാലക്കാട് ലുലുന്ന് 8 കിലോമീറ്റർ ഉള്ള വഴിക്ക് ലുലുവിലൊക്കെ വന്ന് കുറച്ച് രസം വെച്ച് വയ്ക്കാം അല്ലേ. ലുലുവിലൊക്കെ വന്ന് കറങ്ങിയിട്ട് നല്ല ഊണ് കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നേരെ അങ്ങോട്ട് വന്നാൽ മതി. ഇവിടുത്തെ ഫുഡിന് നമ്മളാട്ടോ ഗ്യാരണ്ടി. എല്ലാം ഒന്നിനൊന്നും മെച്ചം. ടേസ്റ്റാണ് കറി. വാ, ഇനിയിപ്പോൾ സ്പെഷ്യലൊക്കെ കഴിക്കണ്ടേ. അപ്പോൾ നല്ല ഉരുളിയിലാണ് സെർവ് ചെയ്തിരിക്കുന്നത്. മലബാർ ചെമ്മീൻ റോസ്റ്റ് കേട്ടോ. മസാല അടിപൊളി. വാ, മീനിൻ്റെ ഒരുപാട് വെറൈറ്റീസുകളുണ്ട്. നമ്മൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം. ഇനിയിപ്പോൾ ഇതൊന്നും പോരെ, ഊണും മീനും വേണ്ടാത്തവർക്ക് നല്ല ചിക്കൻ ബിരിയാണി ഉണ്ട്. അതിലേക്ക് നമ്മൾ കടക്കണമല്ലോ. വാ, ഐക്കോറ തവ സ്റ്റൈലിൽ പൊരിച്ചെടുത്താണ് കേട്ടോ. എനിക്ക് ഇത് മേക്ക് ചെയ്യണമ്പോൾ തന്നെ ഒരു വ്യത്യാസം തോന്നി. നല്ല ഉള്ളിയും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും എല്ലാം ഇട്ടിട്ട് ചെയ്താണ്. ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് രണ്ടാമത് തവ സ്റ്റൈലിൽ പൊരിച്ചാണ്. മസാല അടിപൊളിയാണ്. പക്ഷേ ചെമ്മീൻ ഒരു രക്ഷയില്ല, കിട്ടില്ല. ഫിഷ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടാവും. ഊണിന് 100 രൂപയാണ്. അതുപോലെ ബിരിയാണിക്ക് 160 രൂപയാണ് കേട്ടോ. ഫിഷ് എപ്പോഴും അറിയാലോ, അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടാവും. വാ, ഇതാണ് സ്പെഷ്യൽ കൂന്തൽ കോക്കനട്ട് ക്രിസ്പി. ഇതെല്ലാം നമ്മളിവിടെ വന്നിരുന്നതിന് ശേഷം കേട്ടോ ഉണ്ടായിക്കൊണ്ടിരുള്ളൂ. ഓർഡർ കൊടുത്താൽ മാത്രം. എല്ലാം കഴിഞ്ഞ അവസാനം നല്ല പാലട പായസം. വാ, നമ്മൾ ഷൂട്ടായതുകൊണ്ടാട്ടോ പെട്ടെന്ന് തീർത്ത്. അപ്പോൾ ഇത്രയും വിഭവങ്ങൾ ആസ്വദിച്ച് ഇരുന്ന് കഴിക്കണം. അങ്ങനെ അത്രയും സാധനങ്ങളുണ്ട്. വാ, അച്ചാർ
വാ, ഇനി നമുക്ക് കുറച്ച് ചിക്കൻ ബിരിയാണി കൂടി ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ 160 രൂപേൻ്റെ ബിരിയാണിയിൽ 2 പീസ് ചിക്കന്, മുട്ട, പപ്പടം, തൈര്, സാലഡ് ഉണ്ട്, നമ്മുടെ ചമ്മന്തി ഉണ്ട്, അച്ചാറുണ്ട്. ഇത്രയും ഐറ്റംസ് ഉണ്ടോ. ഇത് എക്സ്ട്രാ ആണ് കേട്ടോ. നമുക്ക് ബിരിയാണി ഒന്ന് കഴിച്ച് നോക്കാം. ഊണ് രക്ഷയില്ല. ഇനി ബിരിയാണി. നല്ല മസാല കേട്ടോ. ആളുകളെ വന്നുകൊണ്ടേ ഇരിക്കുക. ഫാമിലീസൊക്കെ ഇഷ്ടം പോലെ വന്ന് കഴിഞ്ഞു. ഫാമിലീസിട്ട് വന്ന് കഴിക്കാൻ പറ്റുന്നൊരു കിടിലൻ സ്ഥലം. നല്ല ഇത് പക്ക ദം ബിരിയാണി അല്ല, പക്ഷേ ചിക്കൻ സെപ്പറേറ്റ് ദം ചെയ്ത് എടുത്ത ബിരിയാണിയാണ്. പക്ഷെ നന്നായിട്ട് കേട്ടോ. നല്ല റൈസും മസാലയായിട്ട് നല്ല ക്ലബ്ബായിട്ടുണ്ട്. പിന്നെ മുട്ട നല്ല ചിക്കൻ ചില്ലി ഒരിക്കൽ കണ്ടപ്പോൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചാണ് കഴിക്കാൻ വേണ്ടി. അടിപൊളിയായിട്ട് കേട്ടോ. എല്ലാ ഭക്ഷണവും നല്ല ക്വാളിറ്റി ഉണ്ട്, എടുത്ത് പറയണം. അപ്പോൾ എന്തായാലും ഊണിൻ്റെ കൂടെ ഒരുപാട് ഫിഷുകളുണ്ട്. നമ്മൾ 1-2 ട്രൈ ചെയ്ത് നോക്കിയുള്ളൂ. എല്ലാം കൂടി കഴിക്കേണ്ടതുണ്ട്. ഞാൻ ബിരിയാണിക്കും ഊണിനും ഫുൾ ഗ്യാരണ്ടി പറയുകയാണ്. കാരണം ഇത് നടത്തുന്ന ആളുടെ ആ ഒരു മനസ്സ് നമ്മൾ കാണാതെ പോരുത്. ഉണ്ണിയേട്ടൻ ആൾ കുറേ വർഷങ്ങളായിട്ട് നമ്മളെ വീഡിയോ കണ്ടിട്ട് അങ്ങനെ ഇൻസ്പയർ ആയിട്ട് തുറന്ന് പറഞ്ഞാണ്. ഒരു ചെമ്മീൻ ഒരു രക്ഷയില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇവിടെ വന്ന് കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം നമ്മളെ അറിയിക്കുക, താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു കിടൽ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരട്ടോ. അയ്യോ, ഇളനീർ പായസത്തിൻ്റെ കാര്യം അറിയാൻ മറന്നു. ഇവിടെ ഒരു സ്പെഷ്യൽ സാധനം ഇളനീർ പായസം. മധുരം ഇഷ്ടപ്പെടുന്നവർ മസ്റ്റ് ട്രൈ ചെയ്യും. അപ്പോൾ എത്രയൊക്കെയാണ് അവിടുത്തെ വിശേഷം.